ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരെയൊക്കെ ഒഴിവാക്കണമെന്നും അറിയാം. പിന്നെന്താ? அம்மா அம்மா உங்க முன்னாடி பொய் சொல்றது எனக்கு உயிர் போன மாதிரி. മറ്റു പലരും മാറിയതുകൊണ്ട് ഒരിക്കലും സുജാതയെ നിത്യെ മാറുമെന്ന് നീ കരുതണ്ട. ഞങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കാനുള്ള യോഗ്യത ഒരു കാലത്തും നിനക്കുണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയില്ല. എന്റെ മകനും ഭർത്താവും കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങൾക്ക് മുൻപിൽ ചിലപ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കുമായിരിക്കും. പക്ഷേ എന്റെ മുമ്പിൽ വന്ന് വേഷം കെട്ടാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ, സുജാതയുടെ കൈക്കരുത്ത് നീ അറിയും. പോവാൻ. ഹായ് മിസ്റ്റർ പയസ്, വെൽക്കം വെൽക്കം. ഇവിടെ നമ്മുടെ ബർത്ത്ഡേ ബോയ് മിസ്റ്റർ ജെആർ. ഹി വിൽ കം സൂൺ. ജെആർ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കരുതി സിറ്റിയിലെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കുമെന്ന്. എന്ത് പറ്റി ഇവിടെ? നൊസ്റ്റാൾജിയ ആണോ? ഈ ബർത്ത്ഡേ ഇവിടെ തന്നെ വേണോന്ന് മോന് ഭയങ്കര നിർബന്ധമായിരുന്നു. അവനെല്ലാത്തിലും ഒരു കണക്കൂട്ടലുണ്ടല്ലോ. യെസ്. ജെആറിന് എല്ലാ കാര്യത്തിലും അയാളുടേതായ ചില കണക്കൂട്ടലുകളുണ്ട്. എനിവേ, ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് അയാളെ കിട്ടിയതിൽ വി ആർ പ്രൗഡ്. താങ്ക് യു. അങ്ങോട്ട് ചെല്ലു. ഓക്കെ, അങ്ങോട്ട് ഇരിക്കാം. ശരി, അങ്ങോട്ട് ചെല്ലു. ആ ഹലോ. സുജാതന്റെ അവസ്ഥ എന്താ? എനിക്കറിയില്ല, ഞാനങ്ങോട്ട് പോയില്ല. അവിടെ എന്ത് പേക്കുത്ത് വേണേലും നടന്നോട്ടെ, നമ്മൾ ആരും അങ്ങോട്ട് പോണ്ട. ഒരു വലിയ മുതലാളിയുടെ ബർത്ത്ഡേയാ. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ പാവങ്ങൾക്ക് കാണാൻ അവസരം കിട്ടുന്നത് അപൂർവ. ആ ചതിയനായ അച്ഛന്റെ മുന്നിലേക്ക് പോവാനോ? എനിക്കിനി ബഹുമാനത്തില് അച്ഛനെ കുറിച്ചൊരു വാക്ക് പറയാൻ പറ്റില്ല ഹരി. അമ്മയെ ചതിക്കെന്ന് പറഞ്ഞ സ്വന്തം ജന്മത്തിനെ തന്നെ അച്ഛൻ ചതിച്ചു. അതിൽ കൂടുതൽ എന്താ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക? ഹരി, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ? ഈ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് എവിടേക്കെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാം. എന്നിട്ടിതെല്ലാം തീർന്നിട്ട് നമുക്കിങ്ങോട്ട് തിരിച്ചു വരാം. എടോ, ഞാനും അങ്ങനെയൊക്കെ ആലോചിച്ചതാ. പക്ഷേ അത് ശരിയല്ല. നമ്മളില്ലാത്തപ്പോഴാണ് ആ പാർട്ടി നടക്കുന്നതെങ്കിൽ ആ പാർട്ടിയിൽ വെച്ച് സുജാത ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അച്ഛനോ മോനോ സുജാത ആന്റിയെ ഉപദ്രവിക്കില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? കുടിച്ചു കൂത്താടാൻ വന്നിരിക്കുന്ന ജീവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആന്റിയോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറിക്കൂടാന്നുണ്ടോ? ഹരി, എടോ, ഈ പാർട്ടി ഇന്നിവിടെ സംഘടിപ്പിച്ച് ജീവനെ തിരിച്ചു വിളിക്കുന്നതില് അങ്കിളിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വെളിച്ചത്ത് വരുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അച്ഛന്റെ ചിരിച്ചുകൊണ്ടുള്ള സംസാരം കൺമുന്നിന്ന് പോകുന്നില്ല. മുൻപേ എപ്പോഴും അച്ഛൻ അങ്ങനെയായിരുന്നല്ലോ. വലിയ വലിയ സങ്കടങ്ങൾ വന്നാൽ പോലും ഇത്തിരി നേരം മിണ്ടാതിരിക്കും. പിന്നെ മുഖത്തുണ്ടാവും ആ തെളിഞ്ഞ ചിരി. ആ ചിരിയൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊരു കൊലച്ചിരിയാണെന്ന് മാത്രം. പണമല്ല,
സ്നേഹമാണ്, ആത്മാർത്ഥതയാണ് വലുതെന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. പണത്തിന്റെ വലിപ്പമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അറിയില്ല ജീവൻ വന്നിറങ്ങുമ്പോ ഏതെങ്കിലും സെലിബ്രിറ്റിയും കൂട്ടിയാണോ വരിക എന്നുള്ളത്. അല്ല, പലരും ഇപ്പൊ ആഡംബരം കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. എടോ, താൻ അമ്മാവനെ ഒന്ന് ശ്രദ്ധിക്കണം. അമ്മാവൻ ചിലപ്പോൾ അങ്ങോട്ട് പോവാനോ എന്തെങ്കിലും ഉടക്ക് വർത്തമാനമൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കിയേ പറ്റൂ. അമ്മാവനെ നിയന്ത്രിക്കാം. ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്ന എന്റെ പേടി. താൻ പോണ്ട. ചിലത് കാലം തല്ലിക്കുഴിച്ചോളും. നമ്മൾ തോട്ടി നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ഒടുവിലൊരു വലിയ ദുരന്തം തന്നെയായിരിക്കും. അമ്മ, സോറി അമ്മ. രഘു സാർ ഓരോന്ന് ചെയ്യണമെന്ന് പറയുമ്പോ ചെയ്യാൻ പറഞ്ഞാ ചെയ്യണം. അതിനെന്താ? അല്ലെങ്കിലും രഘുവേട്ടൻ പറയുന്നതല്ലേ നീ ഇപ്പൊ അനുസരിക്കുന്നത്. മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കാൻ നിനക്കറിയാം. ആരെയൊക്കെ ഒഴിവാക്കണമെന്നും അറിയാം. പിന്നെന്താ? அம்மா அம்மா உங்க முன்னாடி பொய் சொல்றது எனக்கு உயிர் போன மாதிரி. ശരവണ, ആരെ വല്ല നോക്കിക്കോടാ. ഇട പുറത്ത് ആളുകൾ വന്നോണ്ടിരിക്ക. അവിടെ നിൽക്കണ്ടവല്ലേ നീ? ഇവിടെ നിനക്കെന്താ ജോലി? ഒന്നുമില്ല സാർ. എന്നാ ചെല്ലടാ. சரி.